കേബിൾ കാർ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ. ഈ താഴെ കാണുന്നത് മൊത്തം ഏംഗൽബർഗ് ടൗൺ ആയിരുന്നു കേട്ടോ. ഒരുപാട് കേബിൾ കാർസ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ വന്നോണ്ടിരിക്കുക. താഴേന്ന് നമ്മള് കേബിൾ കാറിന് കയറി. ഇപ്പം ഈ കാണുന്ന ഐസ് ഗ്ലേസിയേഴ്സ് ഉള്ള അതാണ് മൗണ്ട് ഇറ്റ്ലസ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മിക്കപ്പോഴും തന്നെ സമ്മറിലൊക്കെ അതിൽ ഐസ് ഉണ്ടാവും, അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇത് വളരെ ഹൈറ്റിലാണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കാണാം ഈ കുറെ പച്ച മരനിരകൾക്കിടയിൽ കുറച്ച് ഗ്ലേസിയേഴ്സ്. അപ്പം എന്താ പറയാൻ പറ്റും, ഒരു ഭയങ്കര എന്താ പറയാ നമ്മൾ സിനിക് ബ്യൂട്ടി എന്നൊക്കെ പറയൂലേ, അത്രയും അടിപൊളി ഒരു കാഴ്ചയാണ്. സ്വിറ്റ്സർലൻഡ് ഇസ് റിയലി മാജിക്കൽ, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ ഒരിക്കലൊക്കെ ജീവിതത്തിൽ വന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, കാരണം അത്രമേൽ സുന്ദരമായ കാഴ്ചയാണിത്. കാരണം താഴെ നോക്കിയാൽ കാണാം നിറയെ മൈതാനങ്ങളും അതുപോലെ ഫുള്ള് പച്ചപ്പും, ആ പച്ചപ്പില് പിന്നെ ഐസ് ഗ്ലേസിയേഴ്സും ഒക്കെ ആയിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കേബിൾ കാർസാ പോകുന്നതെന്ന് നോക്കൂ, അത്രയും ടൂറിസ്റ്റ് ആണ് ഇങ്ങോട്ട് കയറുന്നത്. നമ്മൾ താഴേന്ന് കൗണ്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് സ്കാൻ ചെയ്തിട്ടാണ്, ബാർകോഡ് ഉണ്ടാവും, ആ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളിൽ കയറുന്നത്. കേബിൾ കാറിന്റെ അങ്ങോട്ടേക്കാണ്. അവിടുന്ന് കയറിയിട്ടുണ്ടെങ്കിൽ കേബിൾ കാർ ഡയറക്റ്റ് നമ്മളെ ഇവിടെ മൗണ്ട് ഇറ്റ്ലസിൽ എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഈ കേബിൾ കാർ ജേർണിയും ഒരു അടിപൊളിയാണ്. പിന്നെ നമുക്ക് കാണാം കുറെ പൈൻ ട്രീസ്. ഈ പൈൻ ട്രീസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്, നമ്മുടെ കാശ്മീരിലൊക്കെ കാണുന്ന പോലെ പൈൻ ട്രീസ്. പിന്നെ അവിടെ കണ്ടത് ഒരു കുഞ്ഞു വീട് കാണാം. ഇവിടുത്തെ വേറെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ പുൽമേടുകൾ, അതായത് ഈ മൈതാനങ്ങളിലൊക്കെ മഞ്ഞ കളറും വെള്ള കളറും ഉള്ള നല്ല പൂക്കൾ, നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ പറ്റുന്ന ടൈപ്പ്, അതിനോട് സിമിലർ ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പൂക്കൾ സ്പ്രെഡ് ചെയ്ത് കിടക്കുമ്പോൾ ഈ മോളിൽ നിന്ന് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ആൽപ്പ് മരങ്ങളുടെ ഇടയിൽ കൂടെയുള്ള യാത്രയും ഒരു രക്ഷയില്ല. ഇത് ആൽപ്പ് മരങ്ങളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഇത് അവിടെ വളരെ സ്ലോ ആയിട്ടാണ് ഈ കേബിൾ കാർ പോകുന്നത്. ഈ ലിറ്റിൽസിന്റെ അടുത്തേക്ക് നമ്മൾ എന്താ പറയാ അടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചെവിയൊക്കെ അടഞ്ഞു, അതായത് ഹൈറ്റിൽ എത്തിയല്ലോ നമ്മള്. തണുപ്പിന്റെ ഒരു ഇന്റൻസിറ്റി ഒക്കെ കൂടിയിട്ടുണ്ട്. താഴെയുള്ള ഒരു അവസ്ഥയല്ല മുകളില്. പിന്നെ എന്റെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആണിത്. ഈ കേബിൾ കാർ 2 സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യും. അതിൽ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങാൻ പാടില്ല, സെക്കൻഡ് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുന്നത്. കേബിൾ കാർ മുകളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അവിടെ ഒരു ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു തടാകമൊക്കെ കാണാം, ടർക്കോയ്സ് കളറിലുള്ള വെള്ളമൊക്കെ. എന്താ പറയുക, നല്ല രസമുള്ള ഒരു കാഴ്ച കേട്ടോ. കുറച്ചുകൂടെ ദൂരത്തേക്ക് എത്തുന്തോറും ആ തടാകം ഒരു പൊട്ട് പോലെയാണ് നമുക്ക് കാണുന്നുണ്ടാവുക. അങ്ങനെ നമ്മളിങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ് ടിറ്റ്ലിസിലേക്ക്. നോക്ക്, ഇവിടെ കുറേ മഞ്ഞുകൾ അവിടെ ഇവിടെയായിട്ട്. എന്തോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെന്താ പറയണ്ടേ, ഒരു പടം വരച്ച പോലെയൊക്കെ തോന്നില്ലേ? ഭയങ്കര ഒരു കറക്റ്റ് ഷേപ്പിലൊക്കെ അതവിടെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് പച്ചപ്പ് കാണാൻ വേണ്ടി പറ്റും. ആ പച്ചപ്പിൻ്റെ സ്ഥലത്തുള്ള മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞിരുന്നു, അവിടെ ഇവിടെയായിട്ട് മഞ്ഞ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കേബിൾ കാറിന് നമ്മുടെ ടിറ്റ്ലിസിൻ്റെ മുകളിലെത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും തണുപ്പ് കൂടിയ പോലെ തോന്നിയിരുന്നു. നമ്മൾ ഇവിടെയും നമ്മുടെ ബാർകോഡ് സ്കാൻ ചെയ്തിട്ട് വേണമായിരുന്നു പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഐസ് ഫ്ലയർ അങ്ങനെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു വലിയ ക്യൂ ആയിരുന്നു കേട്ടോ, ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ റോട്ടേറിൽ വേണം മുകളിലേക്ക് കയറണം. അതായത് വേൾഡ്സ് ഫസ്റ്റ് റിവോൾവിംഗ് കേബിൾ കാറാണ് ഈ ടിറ്റ്ലിസ് റോട്ടേർ എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ആ ടിറ്റ്ലിസ് റോട്ടേറിൽ കയറിയിട്ടാണ് നമ്മൾ മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോകാൻ പോകുന്നത്. അപ്പം അതിൽ കയറി കഴിഞ്ഞ് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ താഴേന്ന് കണ്ട ആ തടാകം കണ്ടില്ലേ, ഒരു പൊട്ട് പോലെയൊക്കെ കാണുന്ന കാഴ്ച. അതുപോലെ ചുറ്റും ഐസ് ഇങ്ങനെ വീണ് കിടന്ന്. ദൂരെ നിന്നൊക്കെ ഈ ഐസിൻ്റെ വ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര അടുത്തുനിന്ന് നമ്മൾ സ്നോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഉള്ള തണുപ്പിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ഊഹിക്കാവുന്നതിലും കൂടുതലായിരിക്കുമല്ലോ. അതായത് നമ്മളിപ്പം 10,000 ഫീറ്റ് എബോവ് സീ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ചെവിയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് കാരണമൊക്കെ. കുറേ സ്ഥലത്തെ മഞ്ഞൊക്കെ ഉരുകി കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ കറുത്ത പാറക്കെട്ടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് വിൻ്റർ സീസണിൽ നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കും. ഈവൻ ഇത് നല്ലൊരു സമ്മർ സീസണിൻ്റെ തുടക്കം ആയിരുന്നെങ്കിൽ കൂടിയും നമുക്ക് മെജോറിറ്റി ഓഫ് ദ ഐസ് ഒന്നും ഉരുകിയിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സ്ഥലത്ത് മാത്രമേ നമുക്ക് ഐസ് ഉരുകിയിട്ട് കാണുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മുടെ റോട്ടേർ മൗണ്ട് ഇറ്റ്ലസിൻ്റെ പീക്കിലെത്തിച്ചു. നമ്മൾ റോട്ടേറിൽ നിന്ന് ഇറങ്ങിയിട്ട് ക്രോസ് ചെയ്ത് ഒരു ലിഫ്റ്റ് കയറിയിട്ട് ഇനി പല ഫ്ലോർസ് ഉണ്ട്.
അപ്പം പല ഫ്ലോർസിലും നമുക്ക് പല വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം ഒരു മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിറ്റ്ലിസ് മഞ്ഞുമലകളിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇഫ് യു റിയലി ലൈക്ക് അവർ യൂട്യൂബ് ചാനൽ, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.